കലാമേളയ്ക്ക് നാളെ അരങ്ങുണരും. പെരിയാർ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീക ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് നാളെ അരങ്ങുണരും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ച് നാളെ രാവിലെ 9-ന് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള 1-ാം വേദിയായ MT നിലയിൽ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് സ്വാഗതം ആശംസിക്കും. മന്ത്രിമാരായ കെ രാജൻ, GR അനിൽ, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, KN ബാലഗോപാൽ തുടങ്ങി 29 മുഖ്യാതിഥികൾ പങ്കെടുക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജ്ജമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കലോത്സവം പൂർണ്ണമാകുന്നതുവരെ അടിയന്തര ഘട്ടത്തിൽ വൈദ്യസഹായം നൽകുന്നതിനായി പ്രധാന വേദികളിൽ മെഡിക്കൽ സംഘത്തെയും എല്ലാ വേദികളിലും ഫസ്റ്റ് എയ്ഡ് ടീമിനെയും കനിവ് 108 ഉൾപ്പെടെയുള്ള ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പെരിയാർ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10ഉം 15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരിക്കുന്നത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. 4 പേർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു. എറണാകുളം CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 20 മാസത്തെ വിചാരണ നടപടികൾക്ക് ശേഷം 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി ഡിസംബർ 28-ന് കണ്ടെത്തിയിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതി മാതൃകാപരമാണെന്നും മുഴുവൻ ജനങ്ങളും ഒപ്പം നിന്ന് അത് വിജയിപ്പിക്കണമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തിയ മാതൃകയിൽ തന്നെ ദുരന്തം ഏറ്റുവാങ്ങിയ ജനതയുടെ സമഗ്രമായ ഉയർച്ചയ്ക്കുള്ള പദ്ധതിയാണ് കൽപ്പറ്റ നെടുമ്പാല ടൗൺഷിപ്പ് പദ്ധതികൾ വഴി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേവലം വീട് വയ്ക്കുന്നത് മാത്രമല്ല പുനരധിവാസ പ്രവർത്തനമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏവരും ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യങ്കാവിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ ബോഗികളാണ് വേർപെട്ടത്. ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കെയാണ് ട്രെയിനിൽ നിന്ന് ബോഗികൾ വേർപെട്ടത്. ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ടായിരുന്നതിനാൽ വേർപെട്ട് മുന്നോട്ട് പോയ എഞ്ചിനോട് ചേർന്ന ഭാഗം അധികം ദൂരത്തല്ലാതെ നിൽക്കുകയായിരുന്നു. ട്രെയിനിന്റെ മധ്യഭാഗത്ത് നിന്നാണ് ബോഗികൾ തമ്മിലെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. റെയിൽവേ സാങ്കേതിക വിഭാഗം ജീവനക്കാരെത്തി പ്രശ്നം പരിഹരിച്ചു. അരമണിക്കൂറോളം ഈ ഭാഗത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ക്ഷേത്രാചാര വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അനാചാരങ്ങളെ എതിർത്താണ് മനത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ശിവഗിരി മഠം നിലപാട് തുറന്നു പറഞ്ഞെങ്കിലും വിഷയത്തിൽ വിവാദം അവസാനിച്ചെന്ന മറുപടിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം ഒതുക്കി. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ നടത്തിയ പരാമർശവും അതിനെ പിന്തുണച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെയുമാണ് മന്നം ജയന്തി സമ്മേളനത്തിൽ G സുകുമാരൻ നായർ വിമർശിച്ചത്. നടിയും BJP നേതാവുമായ ഖുഷ്ബു സുന്ദർ അറസ്റ്റിൽ. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ മഹിളാ മോർച്ച മധുരയിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് അറസ്റ്റ്. ഖുഷ്ബുവിനെ കൂടാതെ മറ്റ് നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് പ്രതിഷേധ റാലി നടത്താനായിരുന്നു മഹിളാ മോർച്ചയുടെ നീക്കം. എന്നാൽ പ്രതിഷേധത്തിന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. നിരോധനാജ്ഞ ലംഘിച്ച് ഖുഷ്ബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധം നടത്തിയതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഭാര്യയുടെ ശരീരവും സ്വകാര്യതയും അവകാശങ്ങളും ഭർത്താവിന്റെ നിയന്ത്രണത്തിനോ ഉടമസ്ഥതയ്ക്കോ വിധേയമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. വിക്ടോറിയൻ കാലഘട്ടത്തിലെ കാലഹരണപ്പെട്ട മാനസികാവസ്ഥ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കണം. ഭാര്യ സ്വന്തം അവകാശങ്ങളുള്ള വ്യക്തിയാണെന്ന് ജസ്റ്റിസ് വിനോദ് ദിവാകറിന്റെ ബെഞ്ച് പറഞ്ഞു. ഭാര്യയുടെ ശാരീരിക സ്വയംഭരണത്തെയും സ്വകാര്യതയെയും മാനിക്കുന്നത് നിയമപരമായ ബാധ്യത മാത്രമല്ല, തുല്യമായ ബന്ധം വളർത്തിയെടുക്കുന്നതിൽ ഭർത്താവിന്റെ ധാർമ്മിക ബാധ്യത കൂടിയാണ്. ഭാര്യയുമൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ
കുഞ്ഞുങ്ങളുടെ വീഡിയോ പകർത്തുകയും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും ഭാര്യയുടെ ബന്ധുവിന് അത് പങ്കുവയ്ക്കുകയും ചെയ്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. ബീഹാറിൽ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് പബ്ജി ഗെയിം കളിച്ച 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. സംസ്ഥാനത്തെ ചമ്പാരനിലെ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. മൂവരും ഇയർഫോൺ ധരിച്ച് ട്രാക്കിലിരുന്ന് ഗെയിം കളിക്കുകയായിരുന്നു. ഇതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട്. അതേസമയം അപകടത്തിന്റെ കാരണം കൂടുതൽ വ്യക്തമാക്കാൻ റെയിൽവേ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം ചൈനയിൽ പുതിയ വൈറസ് ഹ്യൂമൻ മെറ്റ അതിവേഗം പടരുന്നതായി റിപ്പോർട്ടുകൾ. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസ് കൂടുതലായി ബാധിക്കുന്നത് കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും ആണെന്ന് വിദഗ്ധർ പറയുന്നു. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. 2001 ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ജനയുഗ ഓൺലൈൻ മോജന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.